നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരുന്ന യങ്സ്റ്റേഴ്സിലും അതുപോലെ കുട്ടികളിലും ചില സമയങ്ങളിലെങ്കിലും നമ്മൾക്ക് എന്തുകൊണ്ടാണ് മെൻസ്ട്രൽ പെയിൻ വരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ വരാറുണ്ട്. സ്കാനിങ് എല്ലാം ചെയ്യുമ്പോൾ അതിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ആയാലും കാണാറില്ല. പിന്നീട് നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും വെള്ളപ്പൊക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും അവർക്ക് കാലങ്ങളായി വെള്ളപ്പൊക്കുണ്ടായിരിക്കാം. ഇതുവരെ ഒരു ഡോക്ടറെ അടുത്ത് പോയി പറയുകയോ അതിനായി ഒരു ട്രീറ്റ്മെൻറ്റ് മോഡ് സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഒരു ഇൻഫെക്ഷൻസ് ആണ് നമുക്ക് യൂഷ്വലി വരുന്നത്. കാൻഡിഡിയൽ അല്ലെങ്കിൽ മൊണീലിയൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് കണ്ടുവരാറ്. അടിവയറും അരക്കെട്ടും അതേപോലെ തന്നെ തുടകളിലേക്കും വേദന ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഉള്ളുകുടഞ്ഞുള്ള പനിയും ഛർദിയും മറ്റുള്ള ബുദ്ധിമുട്ടുകളും കണ്ടുവരാറുണ്ട്. വെള്ളപ്പൊക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെൻസ്ട്രൽ പെയിനും ഉണ്ടെങ്കിൽ പെയിൻ കില്ലറുകൾ കഴിച്ച് ഓരോ മാസവും പെയിൻ തള്ളി നീക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. ഈ വെള്ളപ്പൊക്കിന് കൃത്യമായി ചികിത്സയെടുത്ത് അത് കുറച്ച് കാലം ചികിത്സിച്ച് അത് കംപ്ലീറ്റായി മാറ്റുകയാണെങ്കിൽ തുടർന്നുണ്ടാവുന്ന മാസമുറ സമയങ്ങളിൽ പെയിൻ തീരെ ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. സാധാരണയായി പുവർ മെൻസ്ട്രൽ ഹൈജീൻ അല്ലെങ്കിൽ ബോഡി ഹൈജീൻ വളരെ കുറവുള്ള ആൾക്കാരിലും പോഷകാഹാരക്കുറവുള്ളവരിലും വജൈനൽ pHൽ എന്തെങ്കിലും ഒരു ഇംബാലൻസ് ഉള്ളവരിലും, അതായത് എന്തെങ്കിലും വജൈനൽ വാഷസ് എല്ലാം യൂസ് ചെയ്ത് വജൈനൽ pHൽ വേരിയേഷൻ വരുന്നവരിലും ഇത്തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വന്നുവിടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ പെയിൻ ഉള്ളവരിൽ എന്തെങ്കിലും വജൈനൽ ഡിസ്ചാർജസ് ഉണ്ടെങ്കിലോ അതിൽ എന്തെങ്കിലും ഒരു അപാകത നമുക്ക് തോന്നുന്നുണ്ടെങ്കിലോ അത് നിങ്ങളുടെ ഡോക്ടറോട് തുറന്നു പറയാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ തന്നെ അതിന് കൃത്യമായൊരു ചികിത്സയെടുത്ത് അത് പൂർണ്ണമായി മാറ്റാനും ശ്രമിക്കുമല്ലോ. താങ്ക് യു.